നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ ഞാൻ ഓണത്തിന്റെ സാരികൾ രണ്ട് സ്പെഷ്യൽ സാരികൾ അടുത്ത ദിവസം സെറ്റുമുണ്ട് സെറ്റ് സാരിയുടെ എല്ലാം വീഡിയോ കാണിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഭയങ്കര പേഴ്സണൽ ഫേവററ്റ് ആയ ഓണത്തിന് ഞാൻ എടുക്കണം അല്ലെങ്കിൽ ഉടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സാരിയാണ് ഇന്ന് കാണിക്കുന്നത്. അതും വേറെ ഉണ്ട്, അല്ലാത്ത സാരികളും കൊണ്ട് ഓണം സ്പെഷ്യൽസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിങ്ങനെ വിചാരിക്കരുത് ഓണത്തിന് ഇനി 1.5 മാസം കിടക്കുന്നില്ല ഇപ്പോഴോന്ന്. അങ്ങനെ വിചാരിച്ചിരുന്നാൽ ലാസ്റ്റ് ആകുമ്പോൾ ഒന്നും കിട്ടത്തില്ല. ഇപ്പൊ പണ്ടത്തെ കാലമല്ല, ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലായിടത്തും ലഭ്യമാകട്ടല്ലോ. നിങ്ങളല്ലാതെ ഓണം കുറച്ചും കൂടെ സമയമുണ്ടല്ലോ ഇപ്പോഴേ എന്തിനാണ് അങ്ങനെ വിചാരിക്കരുത്. ഇപ്പം അങ്ങനല്ല. ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും നല്ല മീൻസ് നിങ്ങളുടെ മനസ്സിന് സമാധാനത്തോടു കൂടി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇപ്പോഴാണ്, ഈ ഒരു സമയത്താണ് കിട്ടുന്നത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറഞ്ഞ, അതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ട്, ചെറിയത് ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അത് പോട്ടെ, നമുക്ക് സാരിയിലേക്ക് കിടക്കാം. ഇത് കണ്ടോ, ഇത് ഒരു ഹാൻഡ്ലൂം കോട്ടൺ പ്ലസ് ടിഷ്യൂ വരുന്ന ഒരു സാരിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ ജെന്യുവൻ ആയിട്ട് പറയാണ്, ഞാൻ ഈ സാരിയാണ് ഞാൻ ഓണത്തിന് ഞാൻ വിയർ ചെയ്യാനുള്ള സാരിയായിട്ട് കണ്ടിരിക്കുന്നത്. ഇനി ഇതിനോടിടയ്ക്ക് ഇതിലും നല്ലത് കിട്ടിയാൽ ചിലപ്പോൾ അതിൻ്റെ പുറകെ പോകും. പെണ്ണല്ലേ, പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് കണ്ടോ, ഇത് മുന്താണി. എന്നാ രസം, നല്ല സ്റ്റാൻഡേർഡ് ആണ് ഐറ്റം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ആ ഒരു ഹാൻഡ്ലൂം ടിഷ്യൂ സ്റ്റഫും കാര്യങ്ങളും. ബോർഡർ വന്നിട്ട് വേണ്ട ഇങ്ങനെ. ഇതിന് നല്ല ഡാർക്ക് കളറുകൾ, ഇതിൻ്റെ തന്നെ വിത്ത് ബ്ലൗസ് ഉണ്ട്, സെയിം ആണ്, സെൽഫാണ്. ഇതിന് നല്ല ഡാർക്ക് കളറുള്ള ബ്ലൗസുകളോ അല്ലെങ്കിൽ മൾട്ടി കളർ ബ്ലൗസുകളോ അല്ലെങ്കിൽ നല്ല വർക്ക് ചെയ്ത ബ്ലൗസുകളോ റെഡിമെയ്ഡ് ബ്ലൗസുകളോ എല്ലാം മാർക്കറ്റിൽ ലഭ്യമായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം റെഡിമെയ്ഡ് ബ്ലൗസ് വന്നപ്പോൾ അതൊക്കെ ഓരോന്നും എടുത്ത് വെച്ച് ഭയങ്കര നോട്ടം. എന്തോ ഓണത്തിന് ഏറ്റവും നല്ലത്, ഞാൻ സാധാരണ ഉഴപ്പാ പരിപാടി. എൻ്റെ എൻ്റെ സ്റ്റോറിലെ പെൺപിള്ളേരൊക്കെ നല്ല ഓണത്തിൻ്റെ 2 ദിവസവും സെലിബ്രേഷൻ നല്ല ഒരുങ്ങിയൊക്കെ വന്നാൽ പോലും ഞാൻ സമയമായാലേ സാരി ഉടുക്കണം, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും അല്ലായിരിക്കണം, ഇൻഷാ അല്ലാ ദൈവം തീരുമാനിക്കുന്ന പോലെ എന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ പോകുന്നത്. കണ്ടോ, നല്ല ഇത് ഇവിടെ ഭയങ്കര ഹൈലൈറ്റ് അല്ല, ഇതിന്റെ മുന്താണിയലാണ് അതിന്റെ ആ ഒരു കസവിന്റെ അല്ല സെറിയുടെ ഹൈലൈറ്റ് നിൽക്കുന്നത്. ബോഡിക്ക് അതില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഒരു മൊത്തത്തിൽ ഒരു വെളുപ്പ് ഫീലാണ് തോന്നുന്നതെന്നാണ് പറഞ്ഞത്. കാരണം ഇത്തേ ഒരു ഗോൾഡൻ വീവിങ്ങും കൂടെ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു നിഴല് പോലെ ഗോൾഡൻ വീവിങ്, ടിഷ്യൂവിന്റെ ആ ഒരു വീവിങ് പോകുന്നുണ്ട്. സമയം വെളുത്ത ഒരു രീതിയിലാണ്, എന്നുവെച്ചാൽ ലൈറ്റും കൂടെ അടിക്കുന്നതുകൊണ്ടേ. ഞാൻ ഇതിന്റെ റീൽ ഇട്ടിട്ടുണ്ട്, അന്നേരം ഇപ്പം നിങ്ങൾ അതും കൂടെ നോക്കി, അതിനകത്ത് കറക്റ്റാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ആദ്യത്തെ ഒരു സാരി, നല്ല സാരി കേട്ടോ. പിന്നെ ഈ ഒരു മോഡൽ മീൻസ് ഇങ്ങനത്തെ വലിയ ഇത് വന്നിട്ട് പല സ്റ്റഫിൽ മാർക്കറ്റിൽ സാരികൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഒരു സ്റ്റഫിലുള്ള സാരീസ് എന്നോട് വാങ്ങിക്കണം എന്നല്ല, എന്നോട് തന്നെ വാങ്ങിക്കണം എന്നേ അല്ല പറയുന്നത്, അങ്ങനത്തെ സാരികൾ വാങ്ങിക്കണം, കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമ്മുടെ കേരള കോട്ടനെ കഴിഞ്ഞും എടുപ്പ് ഇങ്ങനത്തെ സ്റ്റഫിൽ വരുന്ന സാരിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സാരീസ് നമുക്ക് ഓണം കഴിഞ്ഞാലും വേറെ ഫംഗ്ഷനുകൾക്കെല്ലാം ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, മാമോദിസ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനുകൾക്കെല്ലാം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന്റെ റേറ്റ് ഞാൻ പറയേണ്ട കാര്യമില്ല, സ്ക്രീനിലുണ്ടല്ലോ. ഇനി ഇതിന്റെ വേറൊരെണ്ണം, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തോന്നും ഗോൾഡൻ കളർ കണ്ടാൽ തോന്നുന്നല്ല, ഗോൾഡന്. ഇതും ഒരു വെറൈറ്റി ലുക്കാണ്. നിങ്ങളിപ്പോൾ ഓണത്തിന്റെ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഗാദറിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ക്ലബ്ബ് ഫാമിലി ഗ്രൂപ്പുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ പോകാൻ നല്ല വെറൈറ്റി ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതും നല്ല സാരിയാണ്. ഇത് കേരള സാരി ആണോ എന്ന് ചോദിച്ചാൽ കേരള സാരി തന്നെയാണ്. പക്ഷെ ഓരോ വർഷവും ഓരോ വെറൈറ്റി ഇറങ്ങുന്ന ഇത്. പിന്നെ ഈ ഒരു പോണോ ഇതില്ലേ, എൻ്റെ ഡ്രസ്സ് ഇതുമായിട്ട് ഒരു മാച്ചിങ്ങും ഇല്ല, ഞാൻ ചുമ്മാ കറുത്ത കോട്ടൺ ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടൊരു വെറൈറ്റി ആയിട്ട് പോകും. പിന്നെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, എന്നെ എഴുന്നേപ്പിച്ച് നിർത്തിയിരിക്കുക. ഈ സാരിയുടെ ഭംഗി കണ്ടിട്ട് ഇവിടെ നിൽക്കുന്നവർ എന്നെ എഴുന്നേപ്പിച്ച് നിർത്തിയിരിക്കുക. അത് എഴുന്നേപ്പിച്ച് നിന്ന് കാണിക്കാനും പറഞ്ഞുകൊണ്ട്, എന്നാലേ കാണത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. മറ്റുള്ള ഫംഗ്ഷനുകൾക്കും നിങ്ങൾക്ക് കൊടുക്കാം. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ല ഡാർക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അത് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ബഡ്ജറ്റ് റേറ്റ് ആണ്. നല്ല സാരിയാണ്, ഹാൻഡ്ലൂം ടിഷ്യൂ ആണ് സ്റ്റഫ്. നല്ല സാരി. കേരള സാരി ഇന്നിപ്പോൾ ഞാൻ ഈ 2 ഞാൻ കാണിക്കുന്നുള്ളൂ. വേറെ സാരി കാണിക്കാം.
ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ. എനിക്ക് ഈ സാരി കണ്ടപ്പോഴേ, ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് പർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഞാൻ ഈ സാരി കാണിക്കുന്നതിന് മുന്നേ ആദ്യം പറയുന്ന ഒരു കാര്യം, ഇത് ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ഉള്ളി, അത് പറ്റുന്നവർ മാത്രമേ ഇത് വാങ്ങിക്കാവുള്ളൂ. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര രസമാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ. ഉടുത്താൽ നല്ല രസമായിരിക്കും, നല്ല കംഫർട്ടായിരിക്കും. ഫങ്ഷനും ഉടുക്കാം, ഒരുപോലെ ഫങ്ഷനും ഉടുക്കാം, അല്ലാതെ ഉടുക്കാം, വൺ പ്ലീറ്റ് ഇട്ട് വേണമെങ്കിൽ ഉടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്ലീറ്റഡ് ആയിട്ട് ഉടുക്കാം, എങ്ങനെ വേണേലും ഉടുക്കാം. പ്രായമുള്ളവർക്കോ പ്രായമില്ലാത്തവർക്കോ ആർക്ക് വേണേലും ഉടുക്കാം. മഞ്ഞയും പച്ചയും എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ഹാൻഡ്ലൂം കോട്ടൺ, ഹാൻഡ്ലൂം സോഫ്റ്റ് കോട്ടൺ. വെറും ഹാൻഡ്ലൂം കോട്ടൺ എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. ഹാൻഡ്ലൂം സോഫ്റ്റ് കോട്ടൺ. ബ്ലൗസ് സെൽഫാണ്. ഞാൻ പറയട്ടെ, സെൽഫ് ബ്ലൗസ് ഇടരുത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് കയ്യിലൊക്കെ പിടിപ്പിച്ച് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും. പിന്നെ അതിനൊരു ട്രഡീഷണൽ ലുക്കാണ്. നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ കേരള തനിമകൾ വരുത്തുന്ന രീതിക്കുള്ള ഡ്രസ്സിങ് അല്ലേ നല്ലത്. ഇതെല്ലാത്തിനും ഉപരി ഞാൻ വേറെ ഐഡിയ പറഞ്ഞു തരട്ടെ. ദാവണി തയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ സ്കേർട്ട് തയ്ക്കണമെങ്കിലോ ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ പ്ലീറ്റ്സ് പിടിച്ചിട്ട് അടിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് തയ്യൽ അറിയാവോ എന്ന് വെച്ചാൽ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടോ? നിങ്ങൾക്ക് എല്ലാം അറിയാം. ഞാൻ പറയുന്നതിന്റെ രീതി അങ്ങനെ ആയിപ്പോയത്. അങ്ങനത്തെ തയ്യലില്ലേ നമ്മുടെ ഭായിമാരൊക്കെ അങ്ങനെ തയ്ക്കാനാണെങ്കിലും നല്ല ധാവണിയായിട്ട് ഇടാൻ നല്ലതാ. പിന്നെ കേരള സാരി ആയിട്ട്, ഓണത്തിന് സാരി ആയിട്ട് കൊടുത്തിട്ട് പിന്നീട് എടുക്കണമെങ്കിലും നല്ലതാ. പട്ടുപാവാട, പണ്ടത്തെ പട്ടുപാവാട അങ്ങനെ എടുക്കണേ നല്ലതാ. നല്ല മാംഗോ എല്ലയും വിത്ത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനും നല്ല കോമ്പിനേഷനാണ്. ഇനി ഇതിപ്പം നല്ല കളറെടുപ്പുള്ളത് വേറെ കോമ്പിനേഷൻസ് കാണിക്കാം. ഇത് ഡ്രൈ വാഷേ പാടുള്ളൂ. വാഷ് ചെയ്യുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലായിരിക്കും. എന്ത് വാഷ് വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞാൽ തരുന്നത് ഡ്രൈ വാഷേ പാടുള്ളൂ. ഡാർക്ക് വയലറ്റ്, ഇത് കണ്ട ഒരു നേവി ബ്ലൂ ആണെന്ന് തോന്നുന്നു. ഡാർക്ക് വയലറ്റ് വിത്ത് റാണി പിങ്ക്. എന്താണ് വന്നിട്ട് ഇങ്ങനെ വരും. ഇടാൻ എന്നാ സുഖമെന്നറിയോ? നിങ്ങൾ അമ്മമാർക്കൊക്കെ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുക്കുക. കാരണം മീൻസ് വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരായിട്ട്, വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാരൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും അവർക്ക് നല്ല കംഫർട്ടാണ് കൊണ്ടു നടക്കാനും ഉപയോഗിക്കാനും. എന്നാലും ഒട്ടും പകിട്ട് കുറയത്തില്ല. ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ ഉടുത്തോണ്ട് പോകാനും ഒത്തിരി നല്ലതായിട്ടുള്ള സാരി, അടിപൊളിയായിട്ടുള്ള സാരി കേട്ടോ. ഈ കണ്ടിട്ടില്ലാത്ത സാരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. രണ്ട് സൈഡിലത്തെ ബോർഡർ ഒരുപോലെയാ. പക്ഷെ ഇങ്ങനത്തെ സാരീസ് നമുക്ക് ഓണം ടൈമിൽ ഭയങ്കര ഡിമാൻഡുള്ള, ഓണം ടൈമിലല്ല എപ്പോൾ നോക്കിയാലും ഇങ്ങനത്തെ സാരീസിന് ഭയങ്കര ഡിമാൻഡ് തന്നെയാണ്. ഇതിൽ നേരെ തിരിച്ചു വന്നു. ഇതിന്റെ എല്ലാം ഈ താഴത്തെ ബോർഡറിൽ വ്യത്യാസമുണ്ട്. ഓരോ കോമ്പിനേഷനും ഓരോ ബോർഡറാണ് വരുന്നത്. ബോർഡർ മീൻസ് ബോർഡറിന്റെ ഡിസൈൻ. ഇതൊരു ടെമ്പിൾ ബോർഡർ പോലത്തെ ബോർഡറാണ് വരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ റാണി പിങ്ക്, ഇവിടേക്ക് വരുമ്പോൾ നേവി ബ്ലൂ. നല്ല രസമാണ് കേട്ടോ. ഇപ്പൊ ഈ സാരി കാണിച്ച് ഓരോ സാരിയും കാണുമ്പോഴത്തേനും ഞാനൊരു സാരി ഉടുക്കല്, ഞാൻ എപ്പോഴും പറയത്തില്ല, സാരി ഉടുക്കൽ വളരെ കുറവാണ്. പക്ഷെ എന്നോട് സാരി ഉടുത്ത് കാണുമ്പോൾ എല്ലാവരും പറയും എനിക്ക് സാരിയാ ചേരുന്നതെന്ന്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഒതുങ്ങുമെന്നോ മെലിച്ചില്ലാന്ന് തോന്നുമെന്നോ ഒക്കെ പറയുന്നത്. മറ്റേ ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടുള്ള ചുരിദാറൊക്കെ നടക്കുമ്പോൾ ചേളാക്കത്തിനത് നടക്കുന്ന പോലെ ഞാൻ പോയി കഴിഞ്ഞ് മണിക്കൂർ കഴിയുമ്പോഴാണ് ചുരിദാർ വരുന്നത്. അങ്ങനത്തെ ഒക്കെ ഇട്ടവർക്ക് ഭയങ്കര വണ്ണം തോന്നിയല്ലേ. സാരി ഇട്ട് കഴിയുമ്പോൾ നല്ല ഒതുക്കം വരും എന്നൊക്കെ. അപ്പൊ എനിക്കൊരു പ്രലോഭനമൊക്കെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ സാരിയൊക്കെ കാണും, നല്ല രസമല്ലേ. നോക്ക് സിമ്പിൾ റേറ്റില് ഇത്രയും അടിപൊളിയായിട്ടുള്ള സാരി. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ റിസ്കിൽ ഹാൻഡ് വാഷോ എന്ത് വാഷോ ആണ് ചെയ്തോ. ഇത് ഡ്രൈ വാഷ് ഉള്ളിയാണ് ഫസ്റ്റ് വാഷ്. കാരണം ഇത് നല്ല ഡീപ്പ്, അതിന്റെ കാര്യം കൂടെ ഞാൻ വേണേൽ പറഞ്ഞുതരാം. ഡീപ്പായിട്ടുള്ള ഡൈയിങ് ആണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. ഏത് കളർ എടുത്താലും അതിന്റെ ഡൈയിങ് എന്ന് പറയുന്നത് നല്ല ഡീപ്പായിട്ടാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് കുറച്ച് ഇളകാനൊരു ചാൻസ് ഉണ്ട്. പക്ഷെ തുണിയെന്ന് കളർ പോകത്തില്ല. ഇതിന്റെ ഏറ്റവും മേളത്തെ ലെയർ മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പൊ അത് കെമിക്കൽ വാഷായിട്ട് ഡ്രൈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും പോകാതെ നമുക്ക് കിട്ടും. നേവി ബ്ലൂ വിത്ത് വൈൻ. ഏത് കളർ വേണമെങ്കിലും എടുത്തോട്ടോ. ഇതിനും ഈ പറഞ്ഞ പോലെ കണ്ടമാനം സ്റ്റോക്ക് ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ അങ്ങോട്ട് എടുത്തോണ്ട് വന്നു. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സാരീസ് ഞാനൊന്ന് കാണിച്ചു തരാം. നോട്ടേത്, ഈ ഇരിക്കുന്ന സാരീസ് മുഴുവൻ കണ്ടോ? നിങ്ങൾ കണ്ടോ? ഈ ഇരിക്കുന്ന സാരീസ് കുറെ നിങ്ങളെ കാണിച്ചതാണ്. എല്ലാം ഡിസ്കൗണ്ട് റേറ്റിൽ
വരാൻ പോകുന്ന സാരികളാണ്. ഒന്നെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ. ഓഫീസിൽ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുക, ഞാൻ എൻ്റെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുക. കാരണം എന്താണെന്നറിയോ, ഇത് മിക്സ് ആയി പോകുന്നുണ്ട് ഭയങ്കര. ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യണേ നല്ല പാടാട്ടോ. സ്റ്റാഫിനെ ആണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്തെല്ലാം കൂടിയാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുക. എനിക്ക് ഒരു ഒരു സംഭവം, ഇത് കുറച്ചേ ഉള്ളൂ ഇവിടെ വെച്ചിരിക്കുന്നത്, ഇത്രയും കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 6 മാസം കഴിഞ്ഞ സാരീസിനെ എല്ലാം ഞാൻ ഒരു പരിധി വരെ ഡിസ്കൗണ്ട് അടിച്ച് വെളി വിടും. അത്രയും സാരീസിനെ തിരിച്ച് പുതിയതിനെ കയറ്റുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ എൻ്റെ പോളിസി ശരിയാണോ തെറ്റാണോ? ദൈവത്തിന്റെ കൃപയാൽ ഇതൊന്നും തെറ്റായിട്ടില്ല കേട്ടോ. നല്ല രസമാണേ കേട്ടോ. നേവി ബ്ലൂ വിത്ത് വൈൻ കളർ. വൈൻ കളർ മീൻസ് പർപ്പിൾ കളർ. ഇതാ അടുത്ത സാരി. ഇതിപ്പോ ഉണ്ടല്ലോ, ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, കളർ നമ്മുടെ കളറിന്റെ ടോൺ അനുസരിച്ച് ഇന്ന കളർ എനിക്ക് ചേരത്തില്ല, ഇന്ന കളർ എനിക്ക് ചേരത്തുള്ളൂ, ആ കളർ എനിക്ക് ഇട്ടാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് എല്ലാ സാരിയും എല്ലാ ഡ്രസ്സും ഒരേ കളർ, ഒന്നേ കറുപ്പ് അല്ലെങ്കിൽ വെള്ള, അവർക്ക് ഇഷ്ടപ്പെട്ട 2-3 കളറിൽ എടുത്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. എന്നൊരു ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാവേ. എന്നിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ ഏത് കളറുള്ളവർക്കും ചേരുന്ന ഒരു കളറാണ് ഇത്. ഇതൊരു പീച്ചിന്റെ ഒരു ഷെയ്ഡ്, അല്ലെങ്കിൽ ഒരു കാവി കളറിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്, അല്ലെങ്കിൽ ഒരു ബ്രിക്കിന്റെ ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാം. പക്ഷെ നല്ല കുലീനത തോന്നിക്കുന്ന ഒരു കളറാണിത്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും എനിക്കാണ് അങ്ങനെ പറയുന്ന അനുസരിച്ച് സാരിയുടെ ഇത് വരുന്നത് ഇവിടെ പറയുന്നത് കേൾക്കാം. അതായത് ഓരോന്നിരുന്ന് പറയും കേട്ടോ, സാരിക്ക് കൊടുക്കാനോ ഇല്ല എന്നൊക്കെ പറയും. ഇത് ഒത്തിരി ഒന്നും സ്റ്റോക്ക് നമുക്കില്ല. ഞാൻ ഒത്തിരി സ്റ്റോക്കും ഇങ്ങോട്ടൊന്നും അല്ല, ഞാൻ ഒത്തിരി സ്റ്റോക്കൊന്നും അങ്ങനത്തെ ഒരേ സാധനം ഒന്നും ഒത്തിരി സ്റ്റോക്ക് കൊണ്ടുവന്നാൽ അതൊരു ശരിയാകത്തില്ല. ഇത് എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, യൂണീക്ക് പീസസ് എന്ന് പറയുന്ന പോലെ, അങ്ങനെ നമ്മൾ കൊണ്ട് നടക്കുന്ന, നമ്മൾ ഉടുക്കുന്ന ഒരു സാരി, ഇപ്പം ഞാൻ ചുരിദാർ സെറ്റ് ആണെങ്കിലും 1 ബണ്ടിലോ 2 ബണ്ടിലോ കൂടുതൽ കൊണ്ട്, കുർത്തിയാണേലും അതെ, നമ്മൾ ഉടുക്കുന്ന സാധനം തന്നെ നാട്ടുകാർ മുഴുവൻ ഉടുത്തുകൊണ്ട് നടക്കുന്നതാണെന്ന് നമുക്കൊരു വിഷമമല്ലേ. അതുകൊണ്ട് ഒരേ ഇതിന്റെ ഒത്തിരി എണ്ണം കൊണ്ടുവരുന്നതിനോട് എനിക്ക് ഒരു അഭിപ്രായം ഇല്ല. നല്ല ബുട്ടീക് സ്റ്റൈലാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത്. റേറ്റിൽ മാത്രമേ എല്ലാ റേറ്റിലുള്ളതും ഉണ്ടെന്നേ ഉള്ളൂ, കൂടിയ റേറ്റും കുറഞ്ഞ റേറ്റും എല്ലാം ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് സ്റ്റോക്ക് കുറവ്. പക്ഷെ ഓൺലൈനിൽ കാണിക്കുന്നതിന് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതും നമ്മുടെ സോഫ്റ്റ് കോട്ടന്റെ സാരി. ഈ സാരിക്കുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതിന്റെ ബ്ലൗസ് ഇതാ, അജ്രക്കിന്റെ ബ്ലൗസ്. നല്ല ഈ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ വൈറ്റ് സാരിക്ക് പലർക്കും ഒരു സൈസ് അലർജിയാ. അയ്യോ വൈറ്റോ, അയ്യോ വേണ്ട. ഒന്നാമത്തെ കാരണം സൂക്ഷിക്കാൻ കഴിയത്തില്ല, പെട്ടെന്ന് ഇതാവും. പിന്നെ വൈറ്റ് അതൊരെടുപ്പില്ല. പക്ഷെ നിങ്ങൾ ഒരു വൈറ്റ് സാരി വാങ്ങിച്ചു നോക്കി, ഇത് വാങ്ങിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, ഒരു വൈറ്റ് സാരി വാങ്ങിച്ചിട്ട് അതിനിങ്ങനത്തെ അജ്രക്ക് ബ്ലൗസോ ഒക്കെ ഇട്ടൊന്ന് നോക്കി ഇട് ചേലാത്തവര് എന്നെ രസമാണെന്നറിയാം. അതിന് കിട്ടുന്ന ഒരു കുലീനത, അതിന് കിട്ടുന്ന ഒരു സ്വീകാര്യത സമ്മതിക്കത്തില്ല. ഇതിന്റെ മുന്താണ് ഈ ടാസൽ കണ്ടോ നിങ്ങൾ? ആ ബ്ലൗസിന് കൊടുത്തിരിക്കുന്ന അതിന്റെ ഇതെടുത്ത് ടാസൽ ചെയ്തിരിക്കുക. നല്ലതായിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു സാരി. എന്നിട്ട് ഇങ്ങനെ ആ ബ്ലൗസിന്റെ അതേ തന്നെ പാച്ച് വെച്ച് എൻഡിൽ അത് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ടാസലായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ. ഉടുക്കാനും ഈ പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞ പോലെ ഓണത്തിന് നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെല്ലാം പേപ്പർ, അതുകൊണ്ട് കളർ ചേഞ്ചസ് ഒക്കെ തോന്നിക്കും കേട്ടോ. അടിയിലെല്ലാം പേപ്പറും കളറും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല സാരിയാണ്. പിന്നെ ഓണത്തിന് അല്ലെങ്കിൽ അല്ലാതെയൊക്കെ നമുക്ക് എവിടെ വേണേലും, ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പള്ളിയിൽ പോണേലും അമ്പലത്തിൽ പോണേലും കല്യാണത്തിന് പോണേലും മരിച്ച വീട്ടിൽ പോണേലും കൊടുക്കാൻ പറ്റുന്ന ഒരു കളറാണ് വൈറ്റ്. അല്ലേ? എവിടെ സ്വീകാര്യതയുള്ള ഒരു കളറാ. ഇപ്പൊ അങ്ങനെയില്ല. കല്യാണത്തിന് പണ്ടൊക്കെ ബ്ലാക്ക് ഇട്ടോണ്ട് പോകത്തില്ലെന്ന് പറയും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇതാണ് ബ്ലൗസ്. ഇതിന്റെ വിത്ത് ബ്ലൗസ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ബ്ലൗസാ. നല്ല രസമല്ലേ? ഇതിന് ഈ സാരിയല്ല, ഇത് ഇവിടുത്തെ പ്രിന്റുകളിൽ മാത്രം വ്യത്യാസപ്പെട്ടാണ് അടുത്തത് വന്നിരിക്കുന്നത്. കാണിച്ചു തരാം. നല്ല കംഫർട്ടാണ്. ഇത് ഡിസൈനർ സാരി വിഭാഗത്തിൽ പെടുന്ന സാരിയാണ്. അപ്പം അങ്ങനത്തെ സാരീസൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ ധൈര്യമായിട്ട് വാങ്ങിച്ചാൽ ഞാൻ ഗ്യാരണ്ടി, എനിക്ക് ഉറപ്പാണ് നല്ല ഭംഗിയായിരിക്കും ഉടുത്തു കഴിഞ്ഞാൽ. ഇതാ അടുത്ത ഡിസൈന്. ഇത് ഇങ്ങനെ പോവും. അതിന്റെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടോ. ഇതിനകത്ത് പേപ്പറാണ് കേട്ടോ, അതുകൊണ്ട് ഒരു കളർ വേറെ തോന്നിക്കുവേ. അകത്ത് ഇതുണ്ടോ, പേപ്പറായിരിക്കുന്നത്. എനിക്ക് കുറേ എണ്ണം ഇങ്ങനെ ഫങ്ഷൻ എടുക്കണം. എനിക്ക് 2 പ്രധാനപ്പെട്ട കല്യാണങ്ങളാണ് വരുന്നത്. അതിലൊന്നാരുടെയാണെന്നറിയാവോ? എൻ്റെ ഒരു ഓൺലൈൻ കസ്റ്റമറുടെ. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടില്ല, വാട്സപ്പ് മെസ്സേജ് മാത്രം. പക്ഷെ പുള്ളിക്കാരത്തിയുടെ വീട്ടിലെ എല്ലാ വിശേഷങ്ങൾക്കും എന്നെ ക്ഷണിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഹൗസ് വാമിങ്ങിന് എന്നെ ക്ഷണിച്ച് എനിക്ക് പോകാൻ പറ്റിയില്ല. തൃശ്ശൂരാണ്.
ഈ പ്രാവശ്യം ഞാൻ പോവും. അയ്യോ സോറി, ഇതിൻ്റെ മുന്താണി കാണിച്ചില്ല. ഈ പ്രാവശ്യം ഞാൻ പോകും, ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ പോകും ഓർത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം എനിക്ക് എല്ലാത്തിനും പുത്തനൊക്കെ ഇതാണ്, ഇതിൻ്റെ മുന്താണി ഇതാ കേട്ടോ കേട്ടോ ഉണ്ടോ. ഇതിനും ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ബ്ലൗസ് ഇത് കണ്ടോ, അടിപൊളിയല്ലേ? നോക്ക് നിങ്ങൾ ആ ഒരു ഡിസൈനർ സ്റ്റൈലിൽ ഇതിനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കണ്ണടച്ചൊന്ന് സങ്കല്പിച്ച് നോക്ക്, രസമായിരിക്കും. അടുത്തത് അതിൻ്റെ താഴത്തെ ബോർഡർ ഇങ്ങനെ വരും കണ്ടോ, ഇങ്ങനെ വീതിയിൽ ഒരു ബോർഡറാണ് താഴെ വരുന്നത്. ഇതാ ഇങ്ങനെ ഇതുണ്ട്, പേപ്പറാണ്, ഒരു ബോർഡർ വരും. ഇനി മുന്താണി കാണിച്ചു തരാവേ. ബോർഡർ മാത്രമല്ല ബോഡിയും കൂടെ കാണിക്കണം ഇതിൻ്റെ. ഇങ്ങനെയാണ് ബോഡി. ഈ ഇത്തെ പേപ്പർ ഇരിക്കുന്നതുകൊണ്ട് കളർ വ്യത്യാസം തോന്നിക്കുവേ. ഇതുണ്ടോ അകത്ത്, ഇതുണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ബോഡി ഇങ്ങനെ ഇരിക്കും, താഴത്തെ ബോർഡർ ഇങ്ങനെ, അതിൻ്റെ കൂടെ ഒരു ചെറിയ ഫ്ലോറൽ ഡിസൈന്, മേളിലത്തെ ബോർഡറും ഇങ്ങനെ. ഇത് ഈ അജ്രക്ക് ബ്ലൗസ് ആ ഒരു ഇതെടുത്താണ് മുന്താണി വന്നിട്ട് ദേണ്ടേ ഇങ്ങനെ. ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ. എല്ലാം ഒരു വെറൈറ്റി, ഒരു ഡിസൈനർ സാരീസ് ഒക്കെ ഓഫീസിലൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സും ഡോക്ടേഴ്സും ലെക്ചർമാർ അങ്ങനത്തെ ഒക്കെ ഉള്ളവർക്കൊക്കെ, അല്ലാത്തവർക്ക് പറ്റത്തില്ല, ബാങ്ക് ജോലിക്കൊക്കെ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ. സിമ്പിളാണ് പക്ഷെ ഒരു എലഗന്റ് ലുക്ക് തരുന്ന സാരീസ്. ഇതിനകത്ത് മുഴുവൻ പേപ്പർ ഇരുന്നിട്ടേ ഒരു കളർ നമുക്ക് തോന്നും അയ്യോ അവിടുത്തെ കളർ പോയിരിക്കുന്നതാണ്. അങ്ങനെ അല്ല കേട്ടോ, ഇതിനകത്ത് പേപ്പർ ഇരുന്നതിൻ്റെ ഇതാണേ. ഇത് കണ്ടോ. അടുത്തത് ഇത് എന്നെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് കിട്ടുമെന്ന് അറിയാമോ ഈ വൈറ്റ് സാരിയിൽ ഇങ്ങനെ ഡാർക്കും കൂടെ വരുമ്പോൾ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ. സൂക്ഷിക്കണം, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം, ഇച്ചിരി കെയർഫുൾ ആകണം. നമ്മളങ്ങ് റഫ്യൂസിനൊന്നും പറ്റുന്നതല്ലല്ലോ, വൈറ്റ് ആന്ന് പറഞ്ഞത്. പക്ഷെ അതൊരു രസമല്ലേ, കാണാൻ നല്ല ഭംഗിയല്ലേ. നമുക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ഈ കാണാനുള്ള ഭംഗി, സ്റ്റൈലിംഗ് ഒക്കെ. മുന്താണി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. കാണിച്ച സാരീസ് വളരെ കുറച്ചേ എണ്ണം ഉള്ളെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സാരീസാണ് ഇതിനെല്ലാം. ഈ വൈറ്റ് സാരിക്കെല്ലാം വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ, മറ്റേതിനും താരതമ്യേന കുറവാണേ. അപ്പം നിങ്ങൾ വേഗം തന്നെ ബുക്ക് ചെയ്തോളുക. വേറെ എന്താ പറയാനുള്ളത്, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് നമ്മളുടെ ലോങ് വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഷോർട്സ് ഒക്കെ ധാരാളം പുതിയ ഐറ്റംസിൻ്റെ ഇടുന്നുണ്ട്, നിങ്ങൾ കാണണം കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയാലും കാണാം, ഇസബെല്ല ഫാഷൻ സ്റ്റോർ കാഞ്ഞിരപ്പള്ളി എന്ന് തന്നെയാണ് പേര്. അപ്പോൾ ഒന്ന് നോക്കണേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.